അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം പഠിച്ചു തുടങ്ങിയ സൂറ ഏതായിരുന്നു? സൂറത്തുൽ ളുഹയാണ് അല്ലേ? സൂറത്തുൽ ളുഹയുടെ ആമുഖവും അതിൻ്റെ പാരായണവും ഉള്ളടക്കവും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സൂറയിലേക്ക് കടക്കാം. വല്ലാത്തൊരു സൂറയാണ് സൂറത്തുൽ ളുഹ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലാതെ ടെൻസ്ഡായിട്ട് അസ്വസ്ഥരായി പോകുന്ന ചില സമയമല്ലേ? നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മിൽ നിന്ന് അകന്ന് ചിലപ്പോൾ നമ്മെ കളിയാക്കി കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ നമ്മളെന്തെങ്കിലും വഴക്ക് പറഞ്ഞ് അങ്ങനെയൊക്കെ വല്ലാതെ ഗ്ലൂമിയായി ഇങ്ങനെ സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കിരിക്കാനൊക്കെ തോന്നുന്ന ചില സമയം ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ശരിക്കും എന്താ ചെയ്യാറ്? ചിലരെന്താ ചെയ്യാന്നറിയോ? വേഗം വീട്ടിൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ച് തലയണയിൽ മുഖം പൊഴുത്തി ഒരൊറ്റക്കെടുപ്പാണ്. ആരോടും മിണ്ടൂല പിന്നെ, അല്ലേ? ടെൻഷനൊക്കെ മാറി ഫ്രീ ആയിട്ടാണ് പിന്നെ പുറത്തേക്ക് വരും. ചിലർ ആ ദേഷ്യവും വിഷമമൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കും. അങ്ങനെയാണ് ചിലർ. എല്ലാവരോടും ദേഷ്യപ്പെടും മറ്റു ചിലർ, അല്ലേ? ശരിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? നമുക്കറിയാം, എന്തോ മനസ്സ് വല്ലാതെ ഇങ്ങനെ വിങ്ങും പോലെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയാം? നമ്മൾ ഖുർആൻ എടുത്ത് വായിക്കണം. ഖുർആനെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്ക് ഖുർആൻ ഷിഫയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഷനും അസ്വസ്ഥതകളൊക്കെ മാറ്റിത്തരുന്നതാണ് ഖുർആൻ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ ഉമ്മ ഖുർആൻ ഓതാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ ഖുർആൻ ഓതണമല്ലോ, അപ്പോൾ പഠിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് തുറന്ന് കുറച്ച് നേരം ഖുർആൻ ഓതി അവിടെ വെക്കും, അല്ലേ? ശരിക്കും എന്താ ഖുർആൻ? അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണല്ലോ. അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ ഖുർആൻ ഓതുമ്പോൾ? അങ്ങനെ വേണം. അതിനാണ് ഈ ക്യൂ സ്പോട്ട്. അങ്ങനെ ഓതുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തും. എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആളുകളൊക്കെ പിരിഞ്ഞു പോയാലും എൻ്റെ പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്ത് പേടിക്കാനാണ്? ഞാൻ എപ്പോഴും കൂളാണ്, എപ്പോഴും നല്ല പ്ലസൻറ്റ് മൂഡിലായിരിക്കും, അല്ലേ? അപ്പോഴേ അങ്ങനെ ആകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓരോ നിമിഷം ഇങ്ങനെ മാറി മാറി വരല്ലേ. അപ്പോൾ അതിനാൽ സൂറത്തുൽ ളുഹ പഠിക്കണം. എനിക്ക് ഖുർആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൂറത്തുൽ ളുഹയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതും. അപ്പോൾ ശരിക്കും പടച്ചോൻ ഇങ്ങനെ വന്നിട്ട് പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, നീ എന്താടാ ഇങ്ങനെ, ഞാനില്ലേ നിൻ്റെ കൂടെ? അങ്ങനെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ സോൾമേറ്റ്, അല്ലേ? ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഇതുപോലെ അള്ളാഹു കൂടെ നിൽക്കും. നിങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കുക സൂറത്തുൽ ളുഹ. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിച്ചിട്ട് ആ നിലയ്ക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലേ? വദ്ദുഹ എന്ന് പറഞ്ഞ തുടക്കം, ആ വാവ് എന്തായിരുന്നു? വാവുൽ ഖസം, ഓർക്കുന്നില്ലേ? സത്യം ചെയ്യുന്ന വാവാണ്. വല്ലാഹി, അള്ളാഹുവാണ് എന്നൊക്കെ പറയും പോലെ. അങ്ങനെയുള്ള സൂറ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിച്ചത് വൽ അസ്ർ, ഓർക്കുന്നില്ലേ? കാലം സാക്ഷി. പിന്നെ പഠിച്ചത് വത്തീൻ, അത്തിയെ കൊണ്ട് സത്യം. അതേപോലെയാണ് വദ്ദുഹ. അപ്പം അന്ന് നമ്മൾ ചെയ്തൊരു വർക്കുണ്ട്. ഖുർആനിൽ ഏതൊക്കെ സൂറകളാണ് ഇതുപോലെയുള്ള വാവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മൾ ലിസ്റ്റ് ചെയ്തതാണ്. ഒന്നുകൂടി നോക്കണം കേട്ടോ. വദ്ദുഹ എന്ന് പറഞ്ഞാണ് സൂറയുടെ തുടക്കം. ദുഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മോർണിംഗ് ലൈറ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ ചില തഫ്സീറുകളൊക്കെ കൊടുത്തിരിക്കുന്ന അർത്ഥം. ഏതായാലും പകൽ വെളിച്ചമാണത്, പകൽ വെളിച്ചാണ് എന്ന് പറയാം. നല്ല മലയാളത്തിൽ പൂർവാന്നം എന്നൊക്കെ പറയാറുണ്ട്. പൂർവാന്നം, മധ്യാഹ്നം, സായാഹ്നം, ഇങ്ങനെ സമയത്തെ മലയാളത്തിൽ പല വാക്കുകളിൽ പറയും. അപ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് നല്ല പകൽ വെളിച്ചം, നല്ല വെളിച്ചമുള്ള
അത്യാവശ്യം ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ വെളിച്ചമുള്ള സമയമാണ്. ഒരു നമസ്കാരത്തിൻ്റെ പേരില്ലേ, സ്വലാത്തുൽ ളുഹ, ളുഹ നമസ്കാരം അല്ലേ? അതിൻ്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു 8 മണി മുതൽ 11 മണി വരെയൊക്കെയുള്ള സമയമായിരിക്കും. നല്ല പകൽ വെളിച്ചമുള്ള സമയമാണത് അല്ലേ? അപ്പോൾ ആ സമയത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യാണ്. അപ്പോൾ ഖുർആനിൽ വേറെ ഏതൊക്കെ സൂറകളാണ് സമയവുമായി ബന്ധപ്പെട്ട് പേരുള്ള സൂറകൾ? അതൊന്ന് കലക്ട് ചെയ്യണം. അതിൽ നമ്മൾ നേരത്തെ പഠിച്ച വൽ അസ്ർ, സൂറത്തുൽ അസ്ർ, കാലം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഒരു സൂറ ഞാൻ പറയാം, തൊട്ടടുത്ത സൂറ അൽ ലൈൽ, രാത്രി, അതൊരു സമയമല്ലേ? പിന്നെ ഒരു സൂറ കൂടിയുണ്ട് ഇതേപോലെ, അത് ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. വദ്ദുഹ, പകൽ വെളിച്ചമാണ്. കണ്ടോ, പുതിയൊരു പ്രഭാതം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക നമ്മൾ. വദ്ദുഹ, പകൽ വെളിച്ചമാണ്. പിന്നെന്താണ്? വല്ലൈൽ, രണ്ടാമത്തെ ആയത്ത്, രാത്രിയും, രാത്രിയുമാണ്. ഇതാ ആയാൽ, സജ, അത് ഇരുൾമുറ്റി ശാന്തമായാൽ. വദ്ദുഹ, പകൽ വെളിച്ചത്തെ കൊണ്ട് സത്യം, വല്ലൈൽ, രാത്രിയെ കൊണ്ടും, ഇതാ സജ, അത് ഇരുൾമുറ്റി ശാന്തമായാൽ. ഇതാ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പല വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ സൂറയിൽ വരുന്ന ഒരുപാട് വാക്കുകൾ, അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. വദ്ദുഹ വല്ലൈലി ഇദാ സജ, എന്തായി പറയുന്നത്? പകൽ വെളിച്ചമാണ്, ഇരുൾമുറ്റി ശാന്തമായ രാത്രിയുമാണ്. എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് പകലാണ്, മറ്റേത് രാത്രിയാണെന്ന് മനസ്സിലാവും. അല്ലാഹു തആല ശരിക്കും കവിത പോലെ ഉണ്ടല്ലോ, ഒരു സിമ്പലായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഒരു പകലിനൊരു രാത്രി ഉണ്ടാവും അല്ലേ? അങ്ങനല്ലേ? ഒരു വെളിച്ചത്തിന് ഒരു ഇരുട്ടുണ്ടാവും എന്ന് പറയാം. പകലിലാണല്ലോ നമ്മൾ കൂടുതൽ അധ്വാനിക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ പകലിലാണ്. രാത്രി നമ്മൾ മെല്ലെ മെല്ലെ റെസ്റ്റിലേക്ക് കിടക്കും. അപ്പോൾ പകലിൽ അധ്വാനമാണെങ്കിൽ രാത്രി വിശ്രമമാണ്. അപ്പോൾ ഒരു അധ്വാനത്തിന് ഒരു വിശ്രമം ആവശ്യമാണ്. അല്ലാഹു പറയാണ്, എല്ലാം അങ്ങനെ കണക്റ്റഡ് ആണല്ലോ ശരിക്കും, രാവും പകലും പോലെ അല്ലേ? സുഖം ദുഃഖം, ചിരി കരച്ചില്, ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആണ്. അല്ലാഹു പറയുന്നത് എന്താണെന്നറിയാം? ഒരു പകലിന് ഒരു രാത്രി, ഒരു അധ്വാനത്തിന് ഒരു വിശ്രമം. ഇതേപോലെ വഹയിനും എന്തു വേണം? ഒരു ഇൻ്റർവെൽ വേണം, ഒരു ബ്രേക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ബോധപൂർവം വഹയ അവതരിപ്പിക്കാതിരുന്നതാണ് എന്ന് അള്ളാഹു റസൂലിനോട് പറയാണ്. താങ്കൾ അസ്വസ്ഥനായില്ലേ? എന്താ സംഭവിക്കുന്നത് എന്നോർത്ത് ബേജാറായി പോയില്ലേ? പെട്ടെന്ന് വഹയ നിലച്ചുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, ഔട്ട് ഓഫ് റേഞ്ചായി എന്നൊക്കെ പറയാം. അള്ളാഹു റസൂലിൽ നിന്ന് അകന്നു പോയ പോലെ, പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ചായ മാതിരി. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വഹയ അവതരിക്കുന്നില്ല. ഇതാ സംഭവിച്ചു. അപ്പോൾ അള്ളാഹു പറയാണ്, ഒന്നിച്ചിങ്ങനെ വഹയ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ അങ്ങേക്ക് താങ്ങാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഒരു ബ്രേക്ക്, ഒരു ഇൻ്റർവെൽ ആവശ്യമാണ്, ഒരു വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ബോധപൂർവം മാറി നിന്നതാണ് എന്ന് അള്ളാഹു റസൂലിനോട് പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് ചെറിയൊരു ടെൻഷൻ വന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു അസുഖം വന്നു. അപ്പോൾ അസുഖം വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ നല്ല ആരോഗ്യത്തിൽ ഉഷാറിലായിരുന്നു, പിന്നെ ചെറിയൊരു അസുഖം വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും. അങ്ങനെയല്ലേ ലൈഫ്? അങ്ങനെയാണ്, മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ജീവിതം, അതിനെ താങ്കൾ ഉൾക്കൊള്ളണം. ജീവിതം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ബ്രേക്ക് തന്നതാണ് എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന രീതിയാണിത്. വദ്ദുഹ വല്ലൈലി ഇദാ സജ. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അല്ലാഹു തആല കൂടെ നിന്ന് നമ്മെ സാന്ത്വനിപ്പിച്ച് ആശ്വസിപ്പിച്ച് വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്ന രീതിയാണിത്. എന്ത് രസമല്ലേ കേൾക്കുമ്പോൾ തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല മനസ്സമാധാനം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.